ചെറുപുഷ്പ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷിത ദൗത്യ മേഖലയാണ് ഗോരഖ്പൂർ മിഷൻ അഥവാ ഗോരഖ്പൂർ പ്രോവിൻസ് എന്ന് പറയുന്നത്. 1970 ഗോരഖ്പൂർ മിഷനിൽ വരികയും വൈദികർ തങ്ങളുടെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുകയും ചെയ്തു. പഞ്ചഭൂഖണ്ഡങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന കൊച്ചു ത്രേസ്യായുടെ ആഗ്രഹമനുസരിച്ച് ആ കൊച്ചു ത്രേസ്യായിലെ സഭയിലെ അംഗങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പ്രേക്ഷിത ദൗത്യവുമായി പോവുകയുണ്ടായി. ഗോരഖ്പൂർ മിഷൻ ആരംഭിച്ച് ഗോരഖ്പൂർ മിഷനിൽ വർക്ക് ചെയ്തിരുന്ന വൈദികർ ഗോരഖ്പൂർ മിഷനിൽ നിന്നും നേപ്പാളിലേക്ക് കടക്കുകയും അവിടെ നേപ്പാളിൽ തങ്ങളുടെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിലേക്ക് ചെറുപുഷ്പ സഭയിലെ വൈദികർ കടന്നു ചെല്ലുന്നത് 1994 അവിടെ ഒരു സ്കൂൾ സ്ഥാപിച്ചുകൊണ്ട് തങ്ങളുടെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുകയാണ്. നേപ്പാളിലെ പല സ്ഥലങ്ങളിലും തങ്ങളുടെ പ്രേക്ഷിത ദൗത്യം തുടരുകയും വിദ്യാഭ്യാസം, ആതുര സേവനങ്ങൾ ഇവിടെയെല്ലാം വൈദികർ പ്രവർത്തിക്കുകയും ചെയ്യുകയുണ്ടായി. ആദിവാസി മേഖലകളിലെ കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കുന്നതിനും അവർക്ക് പ്രചോദനം നൽകുന്നതിനുമായി സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തു. 2005 ഭൂകമ്പമുണ്ടായ സമയത്ത് ചെറുപുഷ്പ സഭയുടെ വൈദികർ തീക്ഷ്ണമായ അവരുടെ പ്രവർത്തന ശൈലി കൊണ്ടും തീക്ഷ്ണതയേറിയ പ്രവർത്തന ഉത്തരവാദിത്വം കൊണ്ടും അവർ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുകയുണ്ടായി. ഏകദേശം 200 വീടുകളോളം നിർമ്മിച്ചു നൽകുകയും ഭാഗികമായി പല വീടുകൾ പണിതു കൊടുക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. അവർക്ക് അന്ന് ആവശ്യമായിരുന്ന തുണിത്തരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് അവർക്ക് തണുപ്പിൽ നിന്നുള്ള രക്ഷ നൽകുകയുണ്ടായി. അതുപോലെ തന്നെ 2020 മുതൽ കൊറോണ ആരംഭിച്ചതിന് ശേഷം ഭക്ഷണ സാധനങ്ങൾ ആദിവാസി മേഖലകളിലേക്ക് മലമുകളിലേക്ക് ചുമന്നു കയറ്റി അവർക്ക് വിതരണം ചെയ്യുകയുണ്ടായി. നേപ്പാളിൽ ജോലി ചെയ്യുന്ന ചെറുപുഷ്പ സഭയിലെ വൈദികർ അവരുടെ നേപ്പാൾ മിഷൻ്റെ പ്രേക്ഷിത അനുഭവങ്ങളും അതുപോലെ തന്നെ ക്രിസ്മസ് അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രവിക്കാം. ഇവിടെ നേപ്പാളിൽ CST സഭയുടെ മിഷൻ തുടങ്ങിയിട്ട് 30 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഇവിടെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു അവസരം കിട്ടി. ആ സമയത്ത് ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞ്, ഇപ്പം ഞാനീ പോണ വഴിക്കല്ലോ വണ്ടി ഇടിച്ചോ അല്ല വേറെ എന്തെങ്കിലും പറ്റി ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ആരാ നോക്കണത്? അപ്പം ഇതൊന്നും നമ്മുടെ ഈ ബുദ്ധിയിലോ അല്ല നമ്മൾ റീസൺ ചെയ്യണ കാര്യത്തിൽ ഇരിക്കണ കാര്യങ്ങളൊന്നും അല്ല. അപ്പം അപ്പനും അമ്മേനും ദൈവം നോക്കും. പിന്നീട് ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാൻ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഞാൻ ചെറുപുഷ്പ സഭയിലും ചേരിയാലും അച്ഛനും ആകുകയില്ലായിരുന്നു. CST സഭയിൽ ചേർന്നതിന് ശേഷം ഒരു സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ അച്ഛനായതിലും സെമിനാരി ചേർന്നതിനും ഞാൻ ഒരിക്കൽ പോലും സെമിനാരി വന്നതിന് ശേഷം തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അച്ഛനായി മോശമായി പോയെന്നോ അയ്യോ വേറൊരു ഡിസിഷൻ എടുക്കാമായിരുന്നു എന്നൊരു എനിക്ക് ഒരു കാലത്തും അങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ടില്ല. ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോട് നേർന്നുകൊള്ളുന്നു. ക്രിസ്മസ് ആഘോഷിക്കാതിരുന്ന ഒരു രാജ്യത്തിരുന്ന് ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നതും ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും ഒരു വേറിട്ടുള്ള അനുഭവമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായി. ഒരിക്കൽ കൂടി നമുക്ക് ഈ വൈദികരിൽ നിന്നും ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ ചോദിച്ചറിയാം. ജേക്കബച്ചന് ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ്. അവിടെ നല്ല കരിമീനും നല്ല മട്ടയരിയും അതുപോലെ തന്നെ താറാമുട്ടയൊക്കെ കഴിച്ച് ജീവിച്ച, അതൊക്കെ ലഭിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛനെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ച ഒരു ആളാണ്. അപ്പോൾ അവിടുന്ന് സെമിനാരിയിൽ വന്ന് അച്ഛനായി കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ നേപ്പാളിലേക്ക് വന്നു. അപ്പം ഭക്ഷണത്തിലുണ്ടായ ഡിഫറൻസ്, കൾച്ചറിലുണ്ടായ ഡിഫറൻസ്, ആളുകളോട് സംസാരിക്കുന്നതിൻ്റെ ലാംഗ്വേജിൻ്റെ ഒരുപാട്, അതായത് എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ മിഷൻ വേലയ്ക്ക് വേണ്ടി ഇവിടെ വന്നത്. അപ്പം ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലത്ത് വന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ പറയുമ്പോഴേക്ക് പപ്പായും മമ്മിയും സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ് നേപ്പാളിൽ നമ്മൾ ജോലി ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ
അവർ മനസ്സിലാക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതും, അതുപോലെ തന്നെ അച്ഛൻ്റെ വൊക്കേഷൻ ജേണിയെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ സുദിനത്തിൽ അത് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം ഞങ്ങൾ 4 പേരാണ്. വീട്ടിൽ 4 മക്കളാണുള്ളത്. 2 മൂത്ത ചേച്ചിമാരാണുള്ളത്. കൂടാതെ എനിക്ക് ചേട്ടനുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തതാണ് ഞാൻ. അപ്പം എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞുനാൾ മുതൽ ഒരു പുരോഹിതനാകണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് എവിടെ പോകണം, എങ്ങനെയാകണം എന്നുള്ള ഒരു അറിവോ ബോധ്യമോ ഒന്നും എനിക്കില്ലായിരുന്നു. കാരണം കുഞ്ഞുനാൾ മുതലേ ഈ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്, ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നും, ഈശോയെ യൂതന്മാർ കുരിശ് തറച്ച് കൊന്നു, അപ്പം ആ യൂതന്മാരെയൊക്കെ ശിക്ഷിക്കണമെങ്കിൽ, അല്ല അവരെ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഒരു പുരോഹിതനായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചിന്തയാണ്. അച്ഛനായി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അവിടെ ഇസ്രായേലിൽ പോയി അവരെ നമുക്ക് മാറ്റി നിർത്തി അങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു വലിയൊരു ഇതായിരുന്നു എൻ്റെ അന്നത്തെ കുഞ്ഞുനാളിലുള്ള എൻ്റെ ഒരു ചിന്ത എന്ന് പറയുക. പക്ഷെ അന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യണം, ഒരു പുരോഹിതനാകണം, മിഷന് പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം അന്ന് തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ ആയിരിക്കുമ്പോഴാണ് എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറായ ജിജി പുരടേത്തലച്ചൻ, അതുപോലെ തന്നെ ഷാർലോ എഴാനിക്കാട്ടച്ചൻ, അവർ രണ്ടുപേരും സ്കൂളിലേക്ക് വരികയും അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് HM വന്ന് കത്തോലിക്കരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ചെല്ലാനോ പറഞ്ഞു, 2 അച്ഛന്മാർ നിങ്ങളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അച്ഛന്മാർ CST സഭയെക്കുറിച്ച് ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അന്നൊന്നും എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും ഒരു വെളിപാടും എനിക്കില്ലായിരുന്നു. കൊച്ചുത്രേസ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മുടെ മിഷൻ ലീഗ്, ചെറുപുഷ്പ മിഷൻ ലീഗിനെ കുറിച്ച് ആ ഒരു ഇതിൽ മാത്രമേ നമ്മൾ കൊച്ചുത്രേസ്യയെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ, അറിഞ്ഞിട്ടുള്ളൂ. ചെറുപുഷ്പ സഭ എന്താണെന്നൊന്നും അന്ന് അവർ വിവരിച്ച് പറഞ്ഞപ്പോൾ പോലും എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അന്ന് ആർക്കൊക്കെ അച്ഛനാകാൻ താല്പര്യമുണ്ട് എന്നൊരു ചോദ്യം അച്ഛന്മാർ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റ് നിന്നു. വളരെ താല്പര്യത്തോടു കൂടി എഴുന്നേറ്റ് നിന്നതിന് ശേഷം അച്ഛന്മാർ എനിക്ക് കലണ്ടറും അതുപോലെ തന്നെ കൊച്ചുത്രേസ്യയുടെ പടവും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവരെനിക്ക് സമ്മാനമായിട്ട് തന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കൂടെയുള്ള കൂട്ടുകാരൊക്കെ അന്ന് ഞങ്ങളെല്ലാവരും അച്ഛനാകാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തമാശ രൂപയിൽ അവരൊക്കെ പോകാനായിട്ട് ആരും വന്നില്ല, ഞാൻ മാത്രമേ വന്നുള്ളൂ. അപ്പം അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കൊടുത്ത് പോയി. ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അപ്പം അപ്പൻ എന്നോട് ചോദിച്ചു, ചോച്ചാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചോച്ചാൻ ചോദിച്ചു, എടാ നീ ആർക്കെങ്കിലും ഫോൺ നമ്പർ കൊടുത്തായിരുന്നോ, അച്ഛനാകാനായിട്ട് നീ പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു? ആ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ വിളിച്ചായിരുന്നു, നീ അച്ഛനെ തിരിച്ച് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനെ വിളിക്കുകയും സംസാരിക്കുകയും അതിനുശേഷം അച്ഛന്മാർ വീട്ടിലേക്ക് കടന്നു വന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഞാൻ സെമിനാരിലേക്ക് വരുന്നു. റോബിച്ചൻ പറഞ്ഞതുപോലെ സെമിനാരിൽ ചേർന്നതിന് ശേഷം ഇന്ന് വരെ തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ വേറൊരു ചിന്ത, ഈ തിരഞ്ഞെടുത്ത ഈ ഒരു ജീവിതം മാറിപ്പോയെന്നോ തെറ്റായിപ്പോയെന്നോ അല്ലെങ്കിൽ വേറൊരു കുറച്ചും കൂടെ നല്ലൊരു ജീവിതം എനിക്ക് ജീവിക്കാം, അങ്ങനൊരു ചിന്തയൊന്നും ഒരിക്കലും എൻ്റെ മനസ്സിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഒക്കെ പ്രാർത്ഥനയായിരിക്കാം. അച്ഛനും അമ്മയൊക്കെ ഇന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു ദിവസം പോലും മുടങ്ങാതെ. അതായത് നമ്മൾ ഒരുപക്ഷെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പ്രാർത്ഥനകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളൊക്കെ മാറ്റി വയ്ക്കാറാണ്. പക്ഷേ വീട്ടിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും അച്ഛനും അമ്മയും ഇന്നും ഞാൻ കുഞ്ഞുനാൾ മുതൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിലൊക്കെ അച്ചായനെന്നും എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ എന്നെക്കാട്ടിലും കൂടുതൽ ബൈബിൾ വായിച്ചിരിക്കുന്നത് അച്ചായനായിരിക്കും. ഇന്നും അത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ തമാശയായിട്ട് വേണമെങ്കിൽ പറയാം, വീട്ടിൽ നമ്മുടെ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ കരിമീനും കൊഞ്ചുമൊക്കെ രാത്രിയിൽ പോയി അച്ഛനും ഞാനും ഒക്കെ പോയി ചേട്ടനൊക്കെ ആയി പോയി ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന് അത് മമ്മിയും ചേച്ചിമാരും കൂടി അതെല്ലാം വെട്ടി കഴുകി റെഡിയാക്കി അവിടെ അടുക്കളയിൽ വറുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ പ്രാർത്ഥന ഇവിടെ നടക്കുന്നത്. പ്രാർത്ഥന ഇവിടെ നടക്കുമ്പം അവിടെ നിന്നും അവർ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. പ്രാർത്ഥനയ്ക്കൊരു ഭംഗം വരാതെ, മുടക്കം വരാതെ അവിടെ പ്രാർത്ഥന നടക്കുന്നു, ഇവിടെയും പ്രാർത്ഥന നടക്കുന്നു. അപ്പം കിച്ചണിലും ഉണ്ട്. അപ്പം ആ ഒരു പ്രാർത്ഥനയുടെയൊക്കെ ബലമായിരിക്കാം ഇന്നും ഒരു തിരിഞ്ഞു നോക്കുവാനായിട്ടുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാനായിട്ട് ഇല്ലാത്തതിൻ്റെ കാര്യം. പിന്നീട് സിറ്റുവേഷൻ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ നേപ്പാളിലേക്ക് വന്നതിൻ്റെ ഒരു കാര്യം.
ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, മിഷന് പോവുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എൻ്റെ. അപ്പം ആഫ്രിക്കയ്ക്ക് പോകാനായിട്ടാണ് ഞാൻ പട്ടം കഴിഞ്ഞപ്പോൾ തന്നെ പ്രോൺഷിലച്ചനോട് പ്രോൺഷിലച്ചൻ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ പ്രോൺഷിലച്ചനോട് പറഞ്ഞത് എങ്ങനെയാണ്, എനിക്ക് ആഫ്രിക്കയിൽ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രോൺഷിലച്ചൻ എന്നോട് പറഞ്ഞു, ഇടവകയിൽ പോയി 1 വർഷം ശുശ്രൂഷ ചെയ്യുക, അതിനുശേഷം കുറച്ചുകൂടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവും, അതിനുശേഷം മിഷന് പോയി വർക്ക് ചെയ്യാമെന്നൊരു ആശയം അന്നത്തെ പ്രോൺഷിലച്ചനാണ് എന്നോട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ഇടവകയിൽ പോയി 1 വർഷം വർക്ക് ചെയ്തതിന് വന്നതിന് ശേഷം തന്നെ അടുത്ത പ്രോൺഷിലച്ചൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ആഫ്രിക്കയ്ക്ക് പോകണം, ഞാൻ അതിന് തയ്യാറെടുത്താണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അന്നത്തെ പ്രോൺഷിലച്ചനായിരുന്ന ഫ്രാൻസിസ് ചിറ്റിൻ്റെപ്പിള്ളച്ചൻ എന്നോട് ചോദിച്ചത്, അച്ഛാ നമ്മുടെ പ്രോവിൻസിന് നേപ്പാളിൽ ഒരു മിഷൻ തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ട്, അച്ഛൻ അങ്ങോട്ട് പോകാനായിട്ട് സന്നദ്ധനാണെങ്കിൽ പോയി അവിടെ ജോലി ചെയ്യാം, അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാനപ്പം ഒന്നും മറുത്തു പറഞ്ഞില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമ്മുടെ സഭയുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ പ്രോവിൻസിലെ അച്ഛന്മാരുടെ ആഗ്രഹം അല്ലെങ്കിൽ പ്രോൺഷിലച്ചൻ്റെ ആഗ്രഹം, പ്രോവിൻസിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പോകാം, ജോലി ചെയ്യാം, എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോകാനായിട്ടെല്ലാം തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് പ്രോൺഷിലച്ചനോട് ഒരു കാര്യം കൂടി പറഞ്ഞു, അച്ഛാ ഞാൻ ഒരുപാട് അച്ഛന്മാരോട് ചോദിച്ചു നേപ്പാളിലേക്ക് പോകാനായിട്ട്, പക്ഷേ പലർക്കും ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ട്, അവർക്കൊരു വിഷമമുണ്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞു. കാരണം നമ്മളൊരു പുതിയ മിഷനാണ്, എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്തായിത്തീരും എന്നുള്ളൊരു വിഷമം അവരുടെയൊക്കെ മനസ്സിലുണ്ട്. അന്നും ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് എനിക്കൊരു ചിന്ത അല്ലെങ്കിൽ ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു സംശയമില്ലാത്തതുപോലെ എൻ്റെ മനസ്സിൽ അന്ന് ഞാൻ പറഞ്ഞ വെച്ചാൽ ഞാൻ ധൈര്യമായിട്ട് പോകാൻ തയ്യാറാണ്, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പ്രോൺഷിലച്ചൻ അന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞ് പ്രോൺഷിലച്ചൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ റിൻസച്ചനെ കാണുന്നത്. അപ്പം റിൻസച്ചനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. എടാ റിൻസച്ച, ഇങ്ങനെ പോകാനായിട്ട് മിഷൻ പോകാനായിട്ട് ഇങ്ങനെ പലരും പ്രോൺഷിലച്ചനോട് ചോദിച്ചിട്ട് പ്രോൺഷിലച്ചനോട് ആരും ആഗ്രഹം സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. അപ്പോൾ റിൻസച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുക, അച്ഛാ എന്തുകൊണ്ടാണ് ഞങ്ങളോടൊക്കെ ചോദിക്കാത്തത്, എനിക്കും മിഷന് പോകാൻ ആഗ്രഹമുണ്ട്, ഞാനും വരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അച്ഛനോട് പറഞ്ഞു, എന്തെങ്കിൽ അച്ഛൻ ചെന്ന് പ്രോൺഷിലച്ചനോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു നിമിഷത്തിൽ തന്നെ റിൻസച്ചൻ എടുത്ത ആ ഒരു തീരുമാനം വളരെ മാറ്റം ഉണ്ടാക്കിയെന്നുള്ളതാണ്. അങ്ങനെ പ്രോൺസിൽ ഒരു മിഷൻ ഇവിടെ തുടങ്ങുവാനായിട്ട് സാധിച്ചു. റിൻസച്ചൻ നേരെ പോയി പ്രോൺഷിലച്ചനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ പ്രോൺഷിലച്ചനും ടീമും ആ ഒരു മണിക്കൂറിൽ തന്നെ തീരുമാനമെടുത്തു. റിൻസച്ചനെ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ അന്ന് തന്നെ ഇവിടേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ഈ മിഷനിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുക, വളരെ മൈന്യൂട്ടായിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ചിന്ത, മിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള കാര്യമാണ്, റിൻസച്ചന് എനിക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ ഞങ്ങളവിടുന്ന് സ്ക്രൂ ഡ്രൈവർ പോലും ഞങ്ങളവിടുന്ന് കൊണ്ടുവന്നു. അതായത് ഞങ്ങളുടെ ഒരു മിഷൻ ചിന്താഗതി അങ്ങനെയാണ്, ഒന്നുമില്ലാത്തൊരിടയിലേക്ക് എക്സ്റ്റൻഷൻ ബോക്സ്, ടൂൾ ബോക്സ്, അതെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന അച്ഛൻ നമ്മുടെ മിഷൻ സുപ്പീരിയർ റോബിച്ചനാണ്. റോബിച്ചൻ സന്തോഷമായിട്ട് ഞങ്ങളെ സ്വീകരിച്ചു, ഇവിടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അന്ന് റോബിച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അച്ഛന്മാർക്ക്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കൊച്ചച്ഛന്മാർ ഇവിടോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, നിങ്ങൾ വേറെയും അച്ഛന്മാരെ, ഇപ്പോൾ നിങ്ങളുടെ കൊച്ചച്ഛന്മാരുണ്ട്, അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന ഒരു ചിന്ത അച്ഛൻ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് അച്ഛന്മാരെ ഇങ്ങനെ വരാനായിട്ടുള്ളൊരാഗ്രഹം അന്ന് തന്നെ റോബിച്ചൻ പ്രകടിപ്പിച്ചിരുന്നു. അന്ന് തൊട്ട് ഞങ്ങൾ ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ഇവിടെ ഒരു മിഷൻ തുടങ്ങണം അന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, ഒരു തീർച്ച ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും റിൻസച്ചൻ പറഞ്ഞു, അച്ഛാ നമ്മളിവിടെ ഒരു ചെറ്റക്കുടിയിലെങ്കിലും പണിതതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മിഷനിൽ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുള്ളൂ. അന്ന് റിൻസച്ചൻ തീരുമാനമെടുത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. റോബിച്ചനും അതുപോലെ തന്നെ ഇവിടെയുള്ള അച്ഛന്മാരുടെ സഹായത്തോടുകൂടി നമുക്കൊരു മിഷൻ തുടങ്ങുവാനായിട്ട് സാധിച്ചു. അപ്പം ഇവിടെ ആയിരിക്കുമ്പോൾ മുമ്പ് റോബിച്ചൻ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിലുള്ള ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള ആളുകളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് അതുപോലെ തന്നെ നമുക്കുള്ളത് പങ്കുവെക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കുള്ളത് അവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും നമ്മൾ കുടുംബത്തിലായിരിക്കുന്ന ആ ഒരു സന്തോഷം തന്നെയാണ്. ദൈവങ്ങളുടെ കഥകൾ നമ്മൾ കേട്ടു. നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കി 3 അച്ഛന്മാരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവരുടെ അടുത്തു നിന്നും കൂടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വൊക്കേഷൻ്റെ അനുഭവങ്ങൾ, അവർക്ക് എങ്ങനെയാണ് ദൈവവിളി കിട്ടി, അവർ ഇവിടെ വന്നിട്ട് എങ്ങനെ എത്ര താല്പര്യത്തോടുകൂടെ എത്ര തീഷ്ണതയോടുകൂടെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവരുടെ അടുത്തു നിന്നും നമുക്ക് കേൾക്കാനായിട്ട് പറ്റുമായിരുന്നു. നമ്മുടെ മഞ്ജുഷച്ചൻ, നമ്മുടെ സിറിലച്ചൻ, അതുപോലെ തന്നെ നമ്മുടെ ടോണി അച്ഛൻ, ഇവർ 3 പേരും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെയും വൊക്കേഷൻ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുമായിരുന്നു. അതുപോലെ തന്നെ എനിക്കും ദൈവങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിൽ ഞാൻ അനിയനാണ്. എല്ലാവരും പറയുമായിരുന്നത് എൻ്റെ ചേട്ടൻ അവൻ അച്ഛനാകും പോവും, എൻ്റെ ചേട്ടൻ അച്ഛനാകും പോകും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒരാൾ അച്ഛനാകും പോയാൽ ഒരാൾ എന്തായാലും വീട്ടിൽ നിൽക്കണം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ല.
പക്ഷേ ചേട്ടൻ 10ാം ക്ലാസ് കഴിഞ്ഞു. എന്തുകൊണ്ടോ ചേട്ടൻ എന്നെ സെമിനാരിയിലേക്ക് പോയില്ല. ചേട്ടൻ ഇപ്പം കല്യാണമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും പിന്നെ ആൾക്കാരൊക്കെ പറയാനായിട്ട് തുടങ്ങി, എന്നാൽ ഇവൻ പോകുന്ന ഇങ്ങനെ പറയുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് അത്ര ഗാഢമായി ചിന്തിച്ചിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ വൊക്കേഷൻ പ്രൊമോട്ടർ വന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ പേരൊക്കെ കൊടുത്തു, ഞാനും സെമിനാരിയിലേക്ക് ചേർന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നേപ്പാൾ എന്ന് പറയുന്നത് ക്രിസ്മസ് ആഘോഷിക്കപ്പെടാത്ത ഒരു രാജ്യങ്ങളൊന്നായിരുന്നു. നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, ക്രിസ്മസ് ആഘോഷിക്കാത്ത ഏതാനും രാജ്യങ്ങളിലെ ഒരു രാജ്യം നേപ്പാളായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മുടെ CST ഇവിടെ മിഷൻ തുടങ്ങി. നമ്മുടെ CST മാത്രമല്ല, ശുശ്രൂഷ മാത്രമല്ല, പല സിസ്റ്റർമാരുടെ കോൺഗ്രിഗേഷനും അതുപോലെ അച്ഛന്മാരുടെ കോൺഗ്രിഗേഷനും അതുപോലെ തന്നെ പിന്നെ രൂപതാ വൈദികരും ഒക്കെ ഇവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴിവിടെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് തുടങ്ങി, കർത്താവിൻ്റെ വചനം ഇവിടെ പിന്നെ പ്രഘോഷിക്കപ്പെടാനായിട്ട് തുടങ്ങി. നമ്മുടെ സോഷ്യൽ വർക്കുകൾ ഇവിടെ ആരംഭിച്ചു, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഇവിടെ ആരംഭിച്ചു. ഇപ്പോൾ നേപ്പാളിലെ എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ നമ്മുടെ പ്രസൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ നേപ്പാളിലെ എല്ലാ സ്റ്റേറ്റുകളിലും ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നുമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഈ നേപ്പാളിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലൊരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളൊന്നും ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഈ നേപ്പാളിലൊക്കെ വരണമെന്ന്. റോബിച്ചൻ ചിന്തിച്ചിരുന്നു നേപ്പാളിൽ വന്ന് വർക്ക് ചെയ്യാനായിട്ട്. റോബിച്ചൻ അത്രയും ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, അത്രയും ഒരു ക്രാന്തദർശിത്വം ഉണ്ടായിരുന്നതുകൊണ്ടാണത്. പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നേപ്പാളിനെക്കുറിച്ച് ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും കർത്താവ് കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് ഒരാളെ അങ്ങ് പിടിച്ച്, എടാ നീ അവിടെ പോയി വർക്ക് ചെയ്യണം കേട്ടോ എനിക്ക് വേണ്ടി എന്നും പറഞ്ഞ് വിട്ടേക്കുക. അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ നമ്മൾ അതിനകത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, കർത്താവ് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതുപോലെ തന്നെ നമുക്കൊരു ബാക്കപ്പായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ജേക്കപ്പച്ചനും എല്ലാ അച്ഛന്മാരും പറഞ്ഞ പോലെ നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ പ്രാർത്ഥനയാണ്. എൻ്റെ പപ്പായും മമ്മിയൊക്കെ ജേക്കപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പപ്പായൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ എൻ്റെ പപ്പായായിരിക്കും. അതുപോലെ എൻ്റെ മമ്മിയും അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണ്. ബൈബിൾ വായിക്കുകയും രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്നതിന് മുന്നേ പപ്പ ബൈബിൾ വായിക്കാതെ ഒരു ദിവസം പോലും റബ്ബർ വെട്ടാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ എൻ്റെ മമ്മിയും ഒരു ദിവസം പോലും കൊന്തയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ ആണെങ്കിലും ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഈ അച്ഛന്മാരുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങളിൽ ആ പ്രാർത്ഥനയുടെ ഒരു ശക്തിയുണ്ട്. ആ പ്രാർത്ഥനയുടെ അത് ഓരോ ഭവനത്തിലെയും ഓരോ ചെറിയ പ്രാർത്ഥനയ്ക്കും ഈ നേപ്പാളിലൊരു വചനത്തിൻ്റെ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞങ്ങളിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവിടെ നേപ്പാളിൽ ഈ മിഷൻ വളർന്നു വരാനായിട്ട് നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കണം, ഞങ്ങളെ എപ്പോഴും ഓർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ റോബിച്ചും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കർത്താവിന് വചനം പ്രഘോഷിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ആ ഒരു മാറ്റത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള റോബിച്ചും പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കടന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിൻ്റെ ഈ സുദിനത്തിൽ നമ്മൾ ഒത്തിരി രസകരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടു. അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ മൈക്കിളച്ചൻ്റെ ജീവിതത്തിലും വൊക്കേഷനെ സംബന്ധിക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടു. അപ്പോൾ ക്രിസ്മസിനെ സംബന്ധിക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങൾ പണ്ട് ആഘോഷിച്ച സമയത്ത് ഉറപ്പായിട്ടും മൈക്കിളച്ചൻ്റെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അത് മൈക്കിളച്ചനൊന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ സുദിനത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിലാണ് പഠിച്ചത്. ക്രിസ്മസിന് മുമ്പുള്ള ഒരാഴ്ചക്കകത്ത് അവർ കത്തോലിക്കരായ എല്ലാ വിദ്യാർത്ഥികളെയും കുമ്പസാരിപ്പിക്കുമായിരുന്നു. പള്ളിയിൽ കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ച് ക്രിസ്മസിനുള്ള ഒരുക്കമായിട്ട് കുമ്പസാരിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ ദിവസം എല്ലാ വീടുകളിൽ നിന്നും തന്നെ ക്രിബ് ഉണ്ടാക്കുന്ന പതിവുണ്ടായിരുന്നു. ഇച്ചിരി വൈക്കോലും ഒക്കെ വെച്ച് കുറച്ച് തിരിയും, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് തിരിയൊക്കെ കത്തിച്ച് ഒരുവിധം ഈ ക്രിസ്മസ് കാർഡുകൾ അന്ന് അത് ഒരു പ്രത്യേക സംഗതിയായിരുന്നു. നിന്നുപോയ ഒരു സംഗതിയാണ്. ക്രിസ്മസ് കാർഡ് എല്ലാവർക്കും, കൂട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം അയക്കുന്ന ഒരു അവസരമായിരുന്നു അത്. ക്രിസ്മസ് കാർഡ് ഇങ്ങനെ വീടുകളിൽ വന്നുകൊണ്ടിരുന്നു. അന്നേരം ഒരു ചെറിയ ചരടിൽ വീട്ടിൽ കിട്ടിയ ക്രിസ്മസ് കാർഡെല്ലാം കൂടെ ഇങ്ങനെ തൂക്കി ഇട്ട് ഒരലങ്കാരമായിട്ട് ക്രിബിന് മുമ്പിൽ വച്ചിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഫാദർ ജോൺ ഒലിക്കൽ
ജനറലായിരുന്ന കാലത്ത് നവംബർ മാസം 20-ാം തീയതി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമയവും ചെലവഴിച്ചിരുന്നത് ക്രിസ്മസ് എഴുത്തുകൾ എഴുതുകയും, അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് സെക്രട്ടറിയെ കണ്ട് ടൈപ്പ് ചെയ്യിപ്പിച്ച് ഓരോ എഴുത്തും പിന്നെയും ടൈപ്പ് ചെയ്ത എഴുത്തിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫോറിനേഷൻ അയക്കുന്ന എഴുത്തിന്, ആ എഴുത്ത് വീണ്ടും ടൈപ്പ് ചെയ്യിപ്പിച്ച് എല്ലാം ഒട്ടിച്ച് അഡ്രസ്സ് അടിച്ച് സ്റ്റാമ്പ് അടിച്ച് എൻവലപ്പ് ഒട്ടിച്ച് വളരെ സുരക്ഷിതമായിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു വലിയ പ്രക്രിയയായിരുന്നു അന്നത്തെ കാലത്ത്. ക്രിസ്മസിന് 1 മാസം മുമ്പ് തുടങ്ങി. അതൊരു ക്രിസ്മസ് ഒരുക്കമായിരുന്നു, ഭൗതികമായ ഒരു ഒരുക്കമായിരുന്നു. എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അവസരമായിട്ട് അതിനെ കണക്കാക്കിയിരുന്നു. പോലിക്കനച്ചൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ കാര്യത്തിലാണെങ്കിലും ക്രിസ്മസ് എഴുതുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു ക്രിസ്മസിൻ്റെ. അത് കഴിഞ്ഞ് ഈ വീടുകളിലേക്ക് തിരിച്ചു വന്നാൽ രാത്രിയിലാണ് കുർബാന. അന്ന് വൈകുന്നേരത്തെ കുർബാനയൊന്നുമില്ല, രാത്രിയിൽ തന്നെയാണ് കുർബാന പാതിരാതിക്ക്. അന്ന് അത്താഴമൊക്കെ കഴിഞ്ഞ് മിക്കവാറും ആളുകൾ കിടക്കുകയില്ല. ഒരു 10 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ചൂട്ടും കത്തിച്ച് പള്ളിയിലേക്ക് പോകും. എൻ്റെ വീടും പള്ളിയായിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. അന്നേരം ചൂട്ട് കത്തിക്കാനേ പറ്റുള്ളൂ. എല്ലാ അയൽക്കാരും ചൂട്ടും കത്തിച്ച് ഇങ്ങനെ വഴിയിലൂടെ ഉള്ള ആ പള്ളിയിലേക്കുള്ള പോക്ക് വളരെ ആകർഷണീയമായിരുന്നു. ആഘോഷമായിട്ടൊന്നും അല്ല പോകുന്നത്, വെറുതെ ഇങ്ങനെ ചൂട്ടും വീശി വെളിച്ചം കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. പക്ഷേ ആ കാഴ്ചയ്ക്ക് ഒരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ ചെന്ന് പാതിരാ കുർബാനയ്ക്ക് കൂടി തിരിച്ച് വീട്ടിൽ വന്ന്, അന്ന് വീടുകളിലാണെങ്കിലും കാര്യമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചിരുന്ന നല്ല ഭക്ഷണവും നല്ല സമയം ചെലവഴിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇന്നത്തെ കാലത്ത് ആ രീതിയിലുള്ള ഒരു ആഘോഷങ്ങളും ഇല്ല. ആഘോഷങ്ങൾ ഇന്നും ധാരാളമുണ്ട്, അത് കൂടുതലുമുണ്ട്. പക്ഷേ അതിൻ്റെ രീതി വളരെ മാറിപ്പോയി. മോശമൊന്നുമല്ല, എന്നുവരെയും ഈ 2 കാലത്തെയുള്ള ക്രിസ്മസ് ആഘോഷങ്ങളുടെ വ്യത്യാസം മനസ്സിൽ കാണുന്നത് എനിക്ക് വളരെ രസകരമായ സംഗതിയാണ്. നമ്മൾ നേപ്പാളിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് പറയുകയാണെങ്കിൽ, ഈ പട്ടം കിട്ടിയ 50 വർഷമായ മൈക്കിളച്ചനും, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം പട്ടം കിട്ടിയ കൊച്ചച്ചന്മാരും എല്ലാവരും ഒരുമിച്ച് ഒരേ കോസിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. ക്രിസ്തുവിനെ നേപ്പാളിൽ കൊടുക്കുക, ക്രിസ്തുവിൻ്റെ സന്ദേശം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ആ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ നേപ്പാളിൻ്റെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം, നാനാജാതി മതസ്ഥർ വസിക്കുന്ന സ്ഥലമാണ്. നേപ്പാളിലെ കാത്തലിക്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 10,000-ന് താഴെയുള്ളൂ. ഈ 10,000-ന് താഴെയുള്ള ഈ ഒരു ചെറിയൊരു സമൂഹം ഇത്ര വലിയൊരു രാജ്യത്ത് ഒരു വളരെ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷങ്ങളിലൂടെയും, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്ട്രി, അങ്ങനെ ഏത് മിനിസ്ട്രി ആയാലും, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മിനിസ്ട്രി ആയിക്കോട്ടെ, ഏത് മിനിസ്ട്രിയിലൂടെയാണെങ്കിലും ക്രിസ്തുവിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത്. ഈ ഒരു യൂണിറ്റിയും, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു സാഹോദര്യവും ഒക്കെ നമ്മുടെ നേപ്പാളിൽ ഉണ്ടായതിന് വളരെ സന്തോഷമുണ്ട്. അപ്പം നമുക്ക് വീണ്ടും അച്ഛന്മാർ നേപ്പാളിലേക്ക് വേണം, അല്ലെങ്കിൽ മിഷണറിമാർ വരണം നേപ്പാളിലേക്ക്. നമുക്ക് നേപ്പാൾ എന്ന് പറയുന്നത് ഇനിയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് ഇനിയും കടന്നു ചെല്ലാനുണ്ട്. എഡ്യൂക്കേഷൻ മേഖലകളിലായിരിക്കും, സോഷ്യൽ വർക്കിൻ്റെ മേഖലയിലായിരിക്കാം, അവിടെയെല്ലാം നമുക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി നമുക്ക് ആളുകൾ വേണം. അപ്പോൾ എല്ലാവരെയും നേപ്പാളിലേക്ക് ഈ ക്രിസ്മസിൻ്റെ ദിവസം ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തു പാവങ്ങൾക്ക് വേണ്ടി ജനിച്ചു. ആ ക്രിസ്തുവിന് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം എപ്പോഴും അത് അതിൻ്റേതായൊരു പൂർണ്ണതയിലെത്തും. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നേപ്പാളിൽ നിന്നുള്ള വിധങ്ങളായിട്ടുള്ള ക്രിസ്മസ് അനുഭവങ്ങൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ എത്ര പങ്കുവച്ചാലും തിരികെയില്ല, അത് നമുക്കറിയാം. കാരണം ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ സന്തോഷം തരുന്ന അനുഭവങ്ങളാണ്. ഇവിടെ ഈ നേപ്പാളിൽ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയുമായി ഞങ്ങൾ ഞങ്ങളുടെ മിഷൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ നേർന്നുകൊള്ളുന്നു.